വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജാങ്കോ ഒതന്റിക്കേഷൻ്റെ യൂസർ രജിസ്ട്രേഷനും ലോഗിനും ലോഗൗട്ടും ആണ്. അപ്പോൾ നമുക്കിനി അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ജാങ്കോ ഒതന്റിക്കേഷനിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന യൂസർ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ജാങ്കോ ഒതന്റിക്കേഷൻ എന്ന് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെംപ്ലേറ്റ്സിനുള്ളിൽ index.html ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു HTML കോഡ് ജസ്റ്റ് ഒരു H1 ടാഗിൽ വെൽക്കം കൊടുത്ത് ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു HTML പേജിനെ നമ്മൾ ആപ്പിനുള്ളിൽ വ്യൂസിനകത്ത് റെൻഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷന് URL പാത്ത് കൊടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്പിലോട്ടുള്ള URL സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ഓക്കെ ഒരു വെൽക്കം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ യൂസർ രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. യൂസർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജാങ്കോ നമുക്ക് ഒരു യൂസർ ക്രിയേഷൻ ഫോം തരുന്നുണ്ട്. അപ്പം ആ ഒരു ബിൽറ്റ് ഇൻ ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ടെംപ്ലേറ്റിനുള്ളിൽ നമുക്കൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. register.html എന്നിട്ട് നമുക്ക് യൂസർ ക്രിയേഷൻ ഫോമിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ക്രിയേഷൻ ഫോം എന്നിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുക്കാം. ഇപ്പം ഞാൻ ഫോം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ യൂസർ ക്രിയേഷൻ ഫോമിനെ അസൈൻ ചെയ്തു. ഇതിനെ നമുക്ക് ഈ register.html പാസ് ചെയ്യിക്കാം. അതിനകത്ത് റിട്ടേൺ റെൻഡർ register.html ഇങ്ങനെയാ ഒരു ഡിക്ഷണറി ആക്കിയിട്ടല്ലേ പാസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഡിക്ഷണറിയിൽ കീ നെയിമും വീണ്ടും ഫോം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പാസ് ചെയ്യുന്ന ഈ ഫോമിന് യൂസർ ക്രിയേഷൻ ഫോമിന് രജിസ്റ്ററിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമുക്കതിനെ കൊടുക്കണം. അപ്പം ഇങ്ങനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കണം അതിനെ. അപ്പം ഫോം ടാഗിനുള്ളിൽ ആ ഒരു രജിസ്റ്റർ ഫോമിനെ ഇൻക്ലൂഡ് ചെയ്യിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ഫോമിൽ ഈ ഒരു HTML പാത്ത് സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ പാത്ത് രജിസ്റ്റർ വ്യൂസ് ഡോട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ /register ഞാനിങ്ങനെയായിരുന്നു പാത്ത് കൊടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഫോം കിട്ടിയിട്ടുണ്ട്. ഇതാണ് എന്താ യൂസർ ക്രിയേഷൻ ഫോം, ജാങ്കോ ബിൽറ്റിനായിട്ട് യൂസർ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് തരുന്ന ഫോം. അപ്പം ഇത് നമുക്ക് കുറച്ചും കൂടെ ഇവിടെ നമ്മൾ ഫോം .as_p എന്ന് കൊടുത്തു. അപ്പോൾ എന്താ ഒരു P ടാഗിനുള്ളിൽ ഫോം വരുന്ന രീതിയിലായിരിക്കും. ഒരു P ടാഗ്, അതായത് നമ്മളുടെ ഒരു P ടാഗിനുള്ളിൽ ഫോം വരുന്ന രീതി കുറച്ചും കൂടി ഒരു എന്താ പറയുക സ്ട്രക്ചറായിട്ടൊരു സ്റ്റൈലിൽ വരും. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ഫോം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോം കിട്ടുമ്പോൾ ഇതിന് സബ്മിറ്റ് ബട്ടൺ ഇല്ല. അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് സബ്മിറ്റ് ബട്ടൺ കൊടുക്കണം. അപ്പം ഇൻപുട്ട് സബ്മിറ്റ് നമ്മളൊരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇപ്പം ഈ ഒരു ഫോം ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതിൽ കണ്ടോ ഓൾറെഡി കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിക്വയർഡ് ആണ്, 150 ക്യാരക്ടേഴ്സ് വരെ പറ്റും, ലെറ്റേഴ്സ് പറ്റും, ഡിജിറ്റ്സ് പറ്റും, പാസ്വേഡ്, കുറേ
എന്താ പറയുക കണ്ടീഷൻസ്, അതായത് ഈ ഒരു യൂസർ ക്രിയേഷൻ ഫോം ഓൾറെഡി വാലിഡേറ്റ് ആണ്. മനസ്സിലായി. അപ്പം നമുക്കിനി ഇതിൽ എക്സ്ട്രാ, അതായത് നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സ്ട്രാ വാലിഡേറ്റ് ചെയ്യണം, നമുക്ക് കസ്റ്റം വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് എന്താണ് ഓൾറെഡി എല്ലാ ഫീൽഡും റിക്വയർഡ് ആക്കി വെച്ചേക്കുവാണ്. നമ്മൾ തന്നെ വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത് ജാങ്കോ തരുന്ന ഒരു ജാങ്കോ തന്നെ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോം വർക്ക് ചെയ്യുമ്പം വാലിഡേഷൻ എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഫോം വർക്ക് ചെയ്യിക്കണം. അപ്പം നമുക്ക് ഈ ഫോം വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മെത്തേഡ് പോസ്റ്റ് ആക്കി കൊടുക്കണം അല്ലേ. അപ്പം മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ ജാങ്കോയിൽ എങ്ങനെ CSRF ടോക്കൺ കൊടുക്കണം. അപ്പം CSRF _ ടോക്കൺ. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യിക്കുന്ന എങ്ങനെയാണ്, നമ്മളിവിടെ കൊടുക്കുന്ന ഡേറ്റ, അതായത് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ മാത്രം എന്താണ് ഈ ഡേറ്റ വാലിഡേറ്റ് ആണോ ചെക്ക് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യത്തുള്ളൂ. അപ്പം അതാണ് നമ്മൾ വ്യൂസിൽ കൊടുക്കുന്ന കണ്ടീഷൻ. അതായത് എന്ത് ചെയ്യും, വ്യൂസിൽ നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ എഴുതുകയാണ് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നു. മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ കൊടുത്ത ഡേറ്റ ഇങ്ങോട്ട് അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഫോം ഈസ് ഈക്വൽ ടു യൂസർ ക്രിയേഷൻ ഫോം, അതിനുള്ളിൽ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് റിക്വസ്റ്റ് വന്ന ആ ഒരു ഡേറ്റ, അവിടെ ഫോമിൽ കൊടുത്ത ഡേറ്റേനെ നമ്മളിവിടെ ഫോം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫോം വാലിഡ്, ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് യൂസർ ക്രിയേഷൻ ഫോം വാലിഡേറ്റ് ആണ്. അപ്പം അത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ വാലിഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. ഇഫ് ഫോം ഡോട്ട് ഈസ് വാലിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്, ഈസ് വാലിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുത്ത ഡേറ്റ വാലിഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. വാലിഡേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ആ ഫോം സേവ് ചെയ്യണം. അതായത് ഫോം സേവ് കൊടുക്കും. അപ്പോൾ ഇതെന്താ, ഇത് സേവ് ആവും. നമുക്കപ്പം ഇത് വർക്കാവും. അപ്പം നമുക്കിത് നോക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പ്രിൻ്റ് സക്സസ്ഫുള്ളി ലിസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് ഫോം, അതായത് വാലിഡേറ്റ് ആണ്, അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ആ index.html പേജ് റെൻഡർ ചെയ്യിക്കണം. അപ്പം റിട്ടേൺ റെൻഡർ, അതിനുള്ളിൽ റിക്വസ്റ്റ്, അവിടെ index.html കൊടുത്തു. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പം റൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന ഈ യൂസർ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിൽറ്റ് ഇൻ ടേബിൾ ജാങ്കോ തരുന്നുണ്ട്. ഓത്ത് യൂസർ, അതായത് യൂസർ ടേബിൾ ജാങ്കോ തരുന്നുണ്ട്. അപ്പം ഇവിടെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ ആ ഒരു യൂസർ ടേബിളിലോട്ടായിരിക്കും ഡേറ്റ പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി ആ ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊജക്റ്റിൽ മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ manage.py മൈഗ്രേറ്റ് കൊടുക്കാം. നമുക്ക് കിട്ടുന്നു. എന്നിട്ട് നമുക്ക് റൺ ചെയ്യുന്നു. ഓക്കെ, റൺ ചെയ്തു. മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ നോക്കിയാൽ ഇവിടെ കണ്ടോ DBSQL3 എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് കുറേ ടേബിൾസ് കാണാൻ പറ്റും. ഓത്ത് ഗ്രൂപ്പ് പെർമിഷൻ, ഇങ്ങനെ പറയുന്ന കുറേ ടേബിൾസ്. അപ്പം ഈ ടേബിൾസ് എല്ലാം ജാങ്കോ നമുക്ക് തരുന്ന ടേബിൾസ്. ഓക്കെ, ഇതെല്ലാം നമ്മളും ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ടേബിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഈ ഓത്ത് യൂസർ എന്ന് പറയുന്ന ഈ ഒരു ടേബിളിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടേബിൾ, അപ്പോൾ ഇവിടെ നോക്കിക്കുക ID, പാസ്വേഡ്, ലാസ്റ്റ് ലോഗിൻ, യൂസർ നെയിം, ഇങ്ങനെ കുറേ ഫീൽഡുകളുണ്ട്. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡേറ്റ എവിടെയാണ്, ഈ ഓത്ത് യൂസർ ടേബിളിലാണ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. പൈത്തൺ manage.py run server.
ഓക്കെ, റൺ ചെയ്യുന്നു. നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് നോക്കാം. അപ്പം ഓക്കെ, രജിസ്റ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വെൽക്കം കിട്ടിയത്. അതായത് നമ്മൾ ഈ ഒരു പേജിലോട്ട് കയറിയിട്ടുണ്ട്, index.html പേജിലോട്ട്. ഇനി നമ്മുടെ ടേബിളിൽ നോക്കിയാൽ ഇപ്പം ഡേറ്റ കാണാൻ പറ്റും. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, നമ്മൾ കൊടുത്ത ഡേറ്റ ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ ഓൾറെഡി എന്താണ് വാലിഡേഷൻ ഒക്കെ ഉണ്ടെന്ന്. സപ്പോസ് നമുക്ക് വേറെ ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്ത് നോക്കാം. അപ്പം ഓൾറെഡി വാലിഡേറ്റഡ് ആണ്. ഇപ്പം ഞാൻ വേറൊരു നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ യൂസർ നെയിം ഫീൽഡ് ഞാനിപ്പോൾ കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കാം. ബാക്കി ഫീൽഡുകളാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സബ്മിറ്റ് കണ്ടോ. അപ്പോൾ എന്താ, പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതേപോലെയൊക്കെ ഈ ഓരോ ഫീൽഡും ബിൽറ്റ് ആയിട്ട് വാലിഡേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് യൂസർ രജിസ്ട്രേഷനിൽ ജാങ്കോയിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ലോഗിനും ലോഗൗട്ടും ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാങ്കോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കാം. ജാങ്കോ ഒതൻറ്റിക്കേഷൻ, ഇവിടെ താഴോട്ട് വരുമ്പം യൂസിങ് ജാങ്കോ ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ഇവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ താഴോട്ട് വരുമ്പം ഒതൻറ്റിക്കേഷൻ വ്യൂസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ താഴെ ഒരു URL ഉണ്ട്. അപ്പം ഈ ഒരു URL-ലാണ് നമ്മൾ ലോഗിനും ലോഗൗട്ടിനും യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു URL നമ്മുടെ പ്രോഗ്രാമിൽ, നമ്മുടെ പ്രൊജക്റ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് അതായത് ലോഗിന്, ലോഗൗട്ട്, താഴെ നോക്കുമ്പോൾ കാണാം പാസ്വേഡ് ചേഞ്ച്, പാസ്വേഡ് റീസെറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഒറ്റ URL-ൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ പോലെ വ്യൂസിനകത്ത് കോഡ് എഴുതുവോ അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മൾ ഈ URL കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ ഇട്ടിട്ട് നമുക്ക് ലോഗിനും ലോഗൗട്ടും അങ്ങനെ പലതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ മെയിൻ URL ഇല്ലേ പ്രൊജക്റ്റിൻ്റെ, ഈ മെയിൻ URL-നകത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ സൈറ്റിൽ നോക്കുമ്പം ഇത് കണ്ടോ, താഴെ ലോഗിനും ലോഗൗട്ടിൻ്റെയും കിടപ്പുണ്ട്. അപ്പം account/login എന്ന് കൊടുത്താൽ ഇത് ലോഗിൻ പേജിലോട്ട് പോകും. account/logout ആണെങ്കിൽ അത് ലോഗൗട്ട് ആവും. അപ്പം ഈ ഒരു URL, അതായത് ഇവിടെ പാത്ത് എന്താ അക്കൗണ്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പാത്ത് നെയിം, ഇതൊക്കെ ശരിക്കും ബിൽറ്റിനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് നമ്മുടെ രീതിയിൽ പാത്ത് നെയിം ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ അക്കൗണ്ട്സ് ആ ഒരു പാത്ത് നെയിം /login എന്ന് കൊടുത്താൽ നമുക്ക് ലോഗിൻ പേജിലോട്ട് പോവാം. അപ്പം നമ്മളിവിടെ ഇത് ഈ മെയിൻ URL-ൽ ഇത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യാം, ഇവിടെ account/login എന്ന് കൊടുക്കാം. ഇപ്പോൾ കാണാം നമുക്കൊരു എററാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷെ ഈ URL വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇങ്ങനൊരു ടെംപ്ലേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, രജിസ്ട്രേഷൻ ചെയ്ത പോലെ എന്താണ് ഒരു വ്യൂസിൽ നമ്മൾ കോഡ് എഴുതുന്ന ആവശ്യമില്ല. ഇവിടെ ലോഗിൻ്റെ കേസിൽ ലോഗിൻ URL ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് അതിൻ്റെ വ്യൂസും എല്ലാം സെറ്റ് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ വ്യൂസിലോട്ട്, അതായത് ഈ ഒരു URL-ൽ നിന്ന് നേരെ വ്യൂസിൽ വരുന്നു. ഇതിൻ്റെ വ്യൂസിൽ അവർ പറഞ്ഞേക്കുന്ന വ്യൂസിൽ നിന്ന് എങ്ങോട്ടാണ്, registration/login.html, അതായത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ നിന്ന് ലോഗിൻ എന്ന് പറയുന്ന HTML പേജിലോട്ട് പോകാൻ ഓൾറെഡി എന്താണ് വ്യൂസിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ ഒരു പേജിൻ്റെ ടെംപ്ലേറ്റ് ഇവിടെ എക്സിസ്റ്റ് അല്ലെന്നാണ് പറയുന്നത്. ഇത് രജിസ്ട്രേഷനകത്ത് login.html എന്ന് പറയുന്ന ഒരു HTML ഫയൽ. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ആ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെംപ്ലേറ്റിനുള്ളിൽ ഒരു ന്യൂ ഫോൾഡർ എടുത്ത് രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം. രജിസ്ട്രേഷൻ, അതിനുള്ളിൽ login.html എന്ന് കൊടുക്കാം. login.html. ഓക്കെ, അപ്പം ഇതിനകത്ത്
കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കിപ്പോൾ എന്താണ് ഒരു HTML സ്ട്രക്ചർ, അവിടെ ഞാനിപ്പം H1 ടാഗിൽ വെൽക്കം എന്ന് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ആ ലോഗിൻ നമ്മൾ URL കൊടുക്കുമ്പം ഈ ഒരു ലോഗിൻ .html വരും. ഇവിടെ വെൽക്കം ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു വ്യൂസിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വ്യൂസ് എല്ലാം ജാങ്കോ ബിൽറ്റിനായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ URL സെറ്റ് ചെയ്യുമ്പം എന്താണ് കണ്ടോ, നമ്മൾ കൊടുത്ത ഈ ഒരു HTML പേജിലോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് HTML അല്ല, ഈ ഒരു HTML പേജ് അല്ല, നമുക്ക് എന്താണ് ഫോമാണ് വേണ്ടത്. അതായത് നമുക്ക് ഇതിനുള്ളിൽ ഈ ലോഗിൻ .html ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഫോം ടാഗിനുള്ളിൽ എങ്ങനെയാ, ഇവർ ഫോമും ഓൾറെഡി വ്യൂസിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ഇങ്ങനെ ഫോം എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഫോം ടാഗിനുള്ളിൽ ഫോം എന്ന് കൊടുത്തു. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ഥാനത്തൊരു ഫോം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ലോഗിൻ ഫോം. കണ്ടോ, ഇതൊക്കെ ബിൽറ്റിൻ. ഇതും എന്താണ് ഓൾറെഡി വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. നമുക്ക് ഇതിൽ സബ്മിറ്റ് ബട്ടൺ ഇല്ല. അപ്പോൾ നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. ഇൻപുട്ട് സബ്മിറ്റ് വാല്യൂ ലോഗിൻ എന്ന് കൊടുത്തു. നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രക്ചർ ആവാൻ വേണ്ടി ഇതൊരു P ടാഗിൽ കൊടുക്കാം. അപ്പോൾ എന്താ P ടാഗിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഫോം .as _p എന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊരു P ടാഗിൻ്റെ സ്ട്രക്ചറിൽ വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ ലോഗിൻ ചെയ്യണം. അതായത് നമ്മുടെ ടേബിൾ ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലോഗിൻ ഫോം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോഗിൻ ഫോം ജാങ്കോ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യൂസും എല്ലാം ജാങ്കോ ചെയ്തു വെച്ചേക്കും. നമുക്ക് ആ ഒരു URL മാത്രമേ തരുന്നുള്ളൂ. ആ URL ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഫോം കിട്ടുന്നത്. അപ്പം നമുക്കിത് വർക്ക് ചെയ്യിക്കുമ്പം നമ്മുടെ ഫോമിനുള്ളിൽ മെത്തേഡ് പോസ്റ്റ് ആക്കി കൊടുക്കാം. മെത്തേഡ് പോസ്റ്റ് CSRF ടോക്കൺ കൊടുക്കാം. ടോക്കൺ ഓക്കെ, എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ജോൺ പീറ്റർ എന്ന് പറഞ്ഞൊരു യൂസർ നെയിമിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ജോൺ പീറ്റർ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു എറർ മെസ്സേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ എറർ മെസ്സേജിൽ പേജ് നോട്ട് ഫൗണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ URL പോയേക്കുന്നത് നോക്കിയാൽ account/profile എന്ന് പറഞ്ഞാൽ, അതായത് ഇത് വർക്കാവുന്നുണ്ട്. അപ്പം ഇത് പോയേക്കുന്നത് പ്രൊഫൈൽ എന്ന് പറയുന്നൊരു URL അല്ല. ഇത് ജാങ്കോ ഓൾറെഡി ഞാൻ പറഞ്ഞു വ്യൂസ് എല്ലാം ഓൾറെഡി തന്നെ ജാങ്കോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ വ്യൂസിൽ ജാങ്കോ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ലോഗിൻ സക്സസ് ആണെങ്കിൽ account/profile എന്ന് പറയുന്ന ഒരു URL പോകണം. പക്ഷെ അത് എന്താണ് പ്രൊഫൈൽ നമ്മുടെ പ്രൊജക്റ്റിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങോട്ട് പോകണമെന്നുള്ളത്. അപ്പം ജാങ്കോ സെറ്റ് ചെയ്ത് വെച്ചതാണ് account/profile പോകണം എന്നുള്ളത്. അപ്പം ഇങ്ങനെയല്ല, നമുക്കിതല്ല വേണ്ടത്. നമുക്ക് പോകേണ്ടത് ഈ പ്രൊഫൈലിലോട്ടല്ല, നമുക്ക് പോകേണ്ടത് വേറൊരു പേജിലോട്ടാണ്. നമ്മൾ ഹോം പേജിലോട്ടാണ് പോകേണ്ടത്. അപ്പം ഇതിന് പകരം നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഹോം പേജിലോട്ട് പോകാൻ. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യണം, സെറ്റിങ്സിനുള്ളിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സെറ്റിങ്സ് എടുക്കുക. ഇതിനുള്ളിൽ എങ്ങോട്ടാണ് ലോഗിൻ ചെയ്യുമ്പോൾ പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ, ജാങ്കോ വ്യൂസിൽ ജാങ്കോ ചെയ്ത് വെച്ചിട്ടുള്ള എന്താ പറയുക, ലോഗിൻ സക്സസ് ആകുമ്പോൾ ചെയ്യേണ്ട പേജിലോട്ടാണ്. നമുക്കതല്ല, നമ്മുടെ ഹോം പേജിലോട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിനായിട്ട് ലോഗിൻ _redirect _URL = എങ്ങോട്ടാണ് പോകേണ്ടത് അത് പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് ഹോം പേജിലോട്ടാണ് പോകേണ്ടത്. ഹോം പേജിലോട്ട് പോകേണ്ടത് കൊണ്ട് ഞാൻ / കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ
ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ പേജ് കിട്ടി. ജോൺ പീറ്റർ, കണ്ടോ? അപ്പം നമുക്ക് എന്താ, നമുക്ക് ഹോം പേജിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ലോഗിൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. അപ്പോൾ ലോഗ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ account/logout എന്ന് കൊടുത്താൽ ലോഗ് ഔട്ട് ആവും. അപ്പം അതേപോലെ നമ്മൾ ലോഗിൻ ചെയ്ത പോലെ തന്നെ ഈ URL കൊടുത്ത് നോക്കാം. account/logout ഇങ്ങനെ കൊടുത്തപ്പം ഓക്കെ, നമുക്കിപ്പോൾ എന്താണ്, ദിസ് പേജ് ഈസിൻറ്റ് വർക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന്. അതിന് കാരണം നമ്മളിത് പോസ്റ്റിൽ കൊടുത്താൽ വർക്കാവും. അതായത് നമ്മൾ ഹോം പേജ് നമുക്ക് കിട്ടി. ഹോം പേജിൽ നമുക്ക് ആ ലോഗൗട്ട് പോസ്റ്റ് മെത്തേഡിൽ കൊടുത്ത് നോക്കാം. ഫോം ടാഗ് അതിനുള്ളിൽ എന്താണ്, നമുക്കൊരു ബട്ടണായിട്ട് ഒരു ഇൻപുട്ട് ബട്ടൺ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇൻപുട്ട് സബ്മിറ്റ് ബട്ടൺ. ഇവിടെ നമുക്ക് വാല്യൂ ലോഗൗട്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനുള്ളിൽ ആക്ഷന് ലോഗൗട്ട് ചെയ്യേണ്ട URL കൊടുത്ത് നോക്കാം. ഇത് ആക്ഷൻ, ഇതിനുള്ളിൽ കേളി ബ്രാക്കറ്റ് മോഡുലസിനകത്ത് URL. അവിടെ നമുക്ക് എന്താണ് ഈ ഒരു ലോഗൗട്ടിൻ്റെ URL നെയിം, അതായത് ഇവിടെ നെയിം എന്താ, ലോഗൗട്ടിൻ്റെ ലോഗൗട്ട് എന്നാണ്. ഈ ഒരു URL നെയിം നോക്കിയാൽ ലോഗൗട്ട് കാണാം. ഈ ഒരു നെയിം ഇവിടെ കൊടുത്ത് നോക്കാം, ലോഗൗട്ട്. എന്നിട്ട് നമുക്ക് മെത്തേഡ് പോസ്റ്റ് ആക്കാം. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, CSRF ടോക്കൺ കൊടുക്കാം. CSRF_token. ഇനി നമുക്ക് ലോഗൗട്ട് വർക്കാവും. ഇവിടെ വരുന്നു. ഇപ്പോൾ നമുക്ക് എന്താണ്, ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബട്ടൺ കാണും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം എങ്ങോട്ടാണ് ആക്ഷൻ, അതായത് ലോഗൗട്ടിൻ്റെ URLലോട്ട് ആക്ഷൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് മെത്തേഡ് പോസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ലോഗൗട്ട് ആയിട്ടുണ്ട്. അപ്പം ലോഗൗട്ട് ആവുമ്പോഴും കണ്ടോ ഇത് ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു പേജാണ്. ആ പേജിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ലോഗൗട്ടും എന്താണ് ജാങ്കോ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് വ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പേജിലോട്ട് പോകാനായിട്ട്. ഇതല്ല നമുക്ക് വരേണ്ടത്. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ള പേജിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമുക്കതെന്താ, ഇവിടെ സെറ്റിങ്സിനകത്ത് ലോഗിൻ ഡയറക്ഷൻ കൊടുത്ത പോലെ തന്നെ നമുക്ക് ലോഗൗട്ടിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ലോഗൗട്ട് റീഡയറക്റ്റ് _URL ഈക്വൽ ടു എങ്ങോട്ടാണ് ലോഗൗട്ട് ചെയ്യേണ്ടത്, ലോഗൗട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ട പേജ് എങ്ങോട്ടാണെന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത പോലെ തന്നെ ലോഗൗട്ടിന് ഡയറക്ഷൻ കൊടുക്കാം. ലോഗൗട്ട് റീഡയറക്റ്റ് _URL ഈക്വൽ ടു എങ്ങോട്ടാണോ ലോഗൗട്ട് ചെയ്യുമ്പോൾ വരേണ്ടത് അങ്ങോട്ടുള്ള പാത്ത് കൊടുക്കാം. അപ്പം അത് ഞാനിവിടെ ലോഗിൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ലോഗിൻ്റെ എന്താ, ഒന്നെങ്കിൽ ഈ ലോഗിൻ്റെ URL കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ നെയിം എന്താണോ അത് കൊടുക്കാം. അപ്പോൾ എന്താ, ലോഗിൻ്റെ നെയിം ലോഗിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു നെയിം ഇവിടെ കൊടുക്കാം, ലോഗിൻ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്ത് നോക്കാം. ജോൺ പീറ്റർ ലോഗിൻ ആയിട്ടുണ്ട്. ലോഗൗട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ വീണ്ടും ലോഗിൻ പേജിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലോഗിനും ലോഗൗട്ടും ചെയ്തു. ഇനിയും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഹോം പേജ് ഉണ്ടല്ലോ, നമ്മളിപ്പം ലോഗൗട്ട് ചെയ്ത് നിൽക്കുക. ഇനി നമ്മൾ ഹോം പേജ് എടുത്ത് നോക്കിയാൽ കണ്ടോ ഹോം പേജ് ആക്സസ് ആണ്. ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അതായത് ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ ഹോം പേജ് കാണാൻ പാടുള്ളൂ. അപ്പം ഇതിനു വേണ്ടി എന്ത് ചെയ്യാം, അതിനായിട്ട് നമുക്ക് നമ്മുടെ വ്യൂസിനുള്ളിൽ ഈ ഇൻഡെക്സ് പേജിൽ എന്താണ് ഒരു ഡെക്കറേറ്റർ കൊടുക്കാം. അപ്പം ആ ഡെക്കറേറ്റർ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം ഫ്രം django.contrib.auth.decorator
ഇമ്പോർട്ട് ലോഗിൻ റിക്വയർഡ്. ഈ ലോഗിൻ റിക്വയർഡ് എന്ന് പറയുന്ന ഈ ഒരു ഡെക്കറേറ്റർ ഏതാണ് ഇൻഡെക്സ് പേജ് റെൻഡർ ചെയ്യിക്കുന്നതിൻ്റെ ഈ ഫംഗ്ഷന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ അറ്റ് ലോഗിൻ റിക്വയർഡ്. ഇനി നോക്കിയാൽ നമുക്ക് ഈ ഹോം പേജ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ആക്സസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ലോഗിൻ പേജ് കിട്ടും. അതായത് ഇപ്പം ഞാൻ ഇവിടെ വന്നു അതായത് ഹോം പേജിൻ്റെ URL കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ ലോഗിൻ പേജാണ് കാണിക്കുന്നത്. കാരണം ലോഗിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു index.html പേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ ഡെക്കറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ജാങ്കോ ഒതൻറ്റിക്കേഷനിലെ യൂസർ രജിസ്ട്രേഷനും ലോഗിനും ലോഗൗട്ടും ആണ്. ഇത് ഞാനിപ്പോൾ ചെയ്തപ്പം സ്റ്റൈലൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അതും ലോഗിനും ലോഗൗട്ടും രജിസ്ട്രേഷനും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് സ്റ്റൈൽ ചെയ്തിട്ട് കുറച്ചുകൂടെ ബെറ്ററാക്കി പ്രൊജക്റ്റ് ചെയ്യാം. ജാങ്കോ ഒതൻറ്റിക്കേഷനിൽ രജിസ്ട്രേഷനും ലോഗിനും ലോഗൗട്ടും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.